ബിഗ് ബോസ് ഹൗസിനുള്ള മെൻസ് ഉണ്ടല്ലോ ഇപ്പം, എന്താ പറയുക, ഈ LGBT കമ്മ്യൂണിറ്റിനെതിരെയൊക്കെ ആയിട്ട് പറയാൻ വന്നുള്ള ഒരു പുരുഷ മേധാവി, ഒരു മെയിൽ ഷോമണിസ്റ്റ്, അതല്ലെങ്കിൽ ഒരു സിഗ്മ മെയിൽ, അല്ലെങ്കിൽ ഒരു അൽഫ മെയിൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരാൾ കയറി വന്നിട്ട് അഭിഷേക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളെ തന്നെ. ഞാൻ അയാളെ കുറച്ച് മുമ്പൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്നും ആരും കാണാനൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല, എപ്പോഴും നമ്മളെന്തോ വലിയ സംഭവമായിട്ടൊന്നും പറയണല്ലോ കേട്ടോ. പക്ഷെ ഉള്ളത് എന്താണോ അത് അതുപോലെ പറയണം എന്നുള്ളത് കൊണ്ടുള്ളൂ. ഇപ്പം ഈ എന്താ പറയാ, ഒന്നാമത് എനിക്ക് രണ്ടാൾക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഒന്ന് അഭിഷേക് ശ്രീകുമാറും, മറ്റേത് അർജുനും. അതിൽ അഭിഷേകിന്റെ കാര്യം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. മൂപ്പർ എന്തൊക്കെ ആണെന്നൊക്കെ പറഞ്ഞു ഒന്നുകണ്ട് ഇപ്പൊ ജാസ്മിനെ മണത്ത് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ അർജുനാണ് ഇപ്പം ജാസ്മിന് മണക്കാൻ നോക്കുന്നത്. അർജുന് കുഴപ്പമൊന്നുമില്ല. അർജുനെ കുറിച്ച് എനിക്ക് പണ്ടേ തോന്നിയൊരു കാര്യമാണ്, അതൊരു പടവലവായാണ്. എന്തോ ഒരു തരം വായാണ് ഈ അർജുൻ. അത് എനിക്ക് തോന്നുന്നത് ഇനി വല്ലാതെ മുമ്പോട്ടേക്കൊന്നും പോകില്ല. ഒന്നെങ്കിൽ 2-3 ആഴ്ചയുള്ള ആ സാധനം പുറത്താവാനൊരു ചാൻസ് ഉണ്ട്. കാരണം ഒരു സ്റ്റാൻഡിലിടോൻ എന്ത് ഗെയിമാണ് അതിൻ്റെ ഉള്ളിൽ കളിക്കുന്നത്. എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ട് കളിക്കുന്നുണ്ട്. എല്ലാവരും അർജുൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ സംഭവങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. സത്യത്തിൽ അതിനോത്രമൊന്നും കാണുന്നില്ല. ഇത് വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ ഒരു ഇങ്ങനെ ക്യൂട്ട്നെസ് ആയിട്ടുള്ള ചിരി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ചിരിക്കുക, അതൊക്കെ തന്നെ ഉള്ളൂ. എനിക്ക് എന്തെങ്കിലും നിരാശ അസൂയ എന്നല്ല ഞാൻ പറയണത്. എല്ലാവരും എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെ പറയുന്നുണ്ട്, അതിനകത്തൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ജിൻഡോന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ജിൻഡോ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അത് ഗെയിം മൂപ്പരതായിട്ടുള്ള ഒരു രീതിയിൽ എവിടെയും ടച്ച് ചെയ്യാതെ ആരെക്കൊണ്ടും പറയിപ്പിക്കാതെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ മാന്ത് എന്നുള്ളതിൽ ഉപരി എന്താ പറയാ, മാന്തി പൊളിച്ചു കൊടുക്കുക എന്നുള്ള ഒരു രീതിയാണ് ജിൻഡോയിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ ജിൻഡോ കുഴപ്പമില്ല. പക്ഷെ അഭിഷേക് ശ്രീകുമാർ ഭയങ്കര എന്തോ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ഇപ്പം ഫസ്റ്റത്തെ ഒരു ഡയലോഗ് അഭിഷേക് അടിച്ചത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവില്ല. ജാസ്മിന ഉളുപ്പുണ്ടോന്ന് ചോദിച്ചാൽ സാധനം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും വിചാരിക്കും. അങ്ങനെയുള്ള ഒരു സാധനമാണ്, വെറും കദളിവായി പോയി ഇപ്പം എന്നുള്ളത് പറയാനുള്ളൂ. മൂപ്പര് സിഗ്മ മെയിൽ പോലെ അല്ലെങ്കിൽ ആൽഫ മെയിൽ പോലെയൊക്കെ നിന്നിട്ട് ഇപ്പം മണക്കാനാണ് ശ്രമിക്കുന്നത്. എന്തോ ഈ അതല്ലെങ്കിലും കുറച്ച് നേരം കോലും ഇതൊക്കെ കാണുമ്പോൾ ഒത്തിരി കണ്ണ മനുഷ്യ തുള്ളിച്ചാടി കളിച്ചു പോകുന്ന ആളുകളാണ്. ബിഗ് ബോസ് റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള കണ്ടസ്റ്റൻസിനൊക്കെ തുറന്ന് കാണിക്കുക, അല്ലെങ്കിൽ ആ കണ്ടസ്റ്റൻസിനായി ശൈലി, സ്വഭാവം, അവരുടെ ജീവിത രീതികൾ, നേച്ചർ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ എന്താണോ അത് അതുപോലെ കാണിക്കുക എന്നുള്ളതാണ് ആ ഷോന്റെ ഒരു ഉദ്ദേശം. അപ്പം അത് നടക്കുന്നുണ്ട്. അപ്പം അർജുന ഇങ്ങനെയൊക്കെയാണ്. മൂപ്പരെന്തോ ഓക്കെ, അത് മൂപ്പര ആശയത്തിനെതിരായിരിക്കും, LGBT കമ്മ്യൂണിറ്റിക്ക് എതിരെ അത് പറയുന്നുണ്ട്. അതിന് മൂപ്പരിങ്ങനെ വെറുതെ ഒരു സംഭവമാക്കിയിട്ട് വരേണ്ട ഒന്നും ആവശ്യമില്ല. പിന്നെ ഉള്ളത് നമ്മുടെ കാട്ടുതീയാണ്. അത് കാട്ടുതീയൊന്നുമല്ല, ഏതോ ആരോ വീടിക്കുട്ടി എവിടെയോ കത്തിച്ചിട്ടതിൻ്റെ ആ ഒരു ഒണല് മാത്രമേ ഉള്ളൂ ആ സാധനം. എന്താണ് അതിൻ്റെ പേരെന്തേലും, മറ്റേ ഷീജോ ഒക്കെ ഫുള്ള് കോമഡിയാണ്. പിള്ളേർ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒന്നെങ്കിൽ ജിൻഡോ കപ്പടിക്കണം, അതല്ലെങ്കിൽ അൻസിബ. അഭിഷേകിന് കപ്പ് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ട്. ഈ ഒരു പോക്ക് പോകണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. കുറെ ആൾക്കാർ എന്തൊക്കെ ആണെന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് ഇപ്പം വെറും കോമഡി എന്ത് പറയാനാണ്.